മലപ്പുറം ജില്ലയിലെ ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെടുത്തുന്ന മെമ്മറീസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും. വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത്. വൈകിട്ട് സൂര്യ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പുസ്തകം പ്രകാശനം ചെയ്യും. 42 പേരുടെ ജീവിതരേഖയാണ് ഫോട്ടോയ്ക്കൊപ്പം മെമ്മറീസിന്റെ ആദ്യ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1950കളിൽ കളിക്കുകയും വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്, കേരള സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ വി.പി. അനിൽ തുടങ്ങിയവരും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കും. മാധ്യമപ്രവർത്തകൻ എം. ജാഫർ, മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷഫീഖ് ബഷീർ അഹമ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ഞങ്ങൾ 40 വയസ്സ് കഴിഞ്ഞ പഴയകാല ഫുട്ബോൾ കളിക്കാരുടെ ഒരു കൂട്ടായ്മ, അങ്ങനെ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ VFA എന്നുള്ള സംഘടനയുടെ ആളുകളാണ്. ഞങ്ങളൊരു കളിയും ചാരിറ്റിയാണ് സാധാരണ ഞങ്ങൾ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ ഒരു പുതിയ ഉദ്യമം ഞങ്ങൾ ഏറ്റെടുത്തു. ആ ഉദ്യമം എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയകാല കളിക്കാരുടെ വിവരണങ്ങൾ ശേഖരിച്ച് ഫോട്ടോകളൊക്കെ കളക്ട് ചെയ്ത് ഒരു രേഖ, ഒരു പുസ്തകം തയ്യാറാക്കുക എന്നുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഞങ്ങൾ സുവനീർ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കമ്മിറ്റി ചെയർമാൻ ഷറഫലിയാണ്. ഇന്ന് വന്നിട്ടില്ല. കൺവീനറായിട്ടുള്ള കെ. സുരേന്ദ്രൻ മങ്കടയാണ്. അതിൻ്റെ കമ്മിറ്റിയിലെ അംഗങ്ങൾ, നമ്മളെ VFAയുടെ വൈസ് പ്രസിഡന്റുമാർ, ഒന്ന് ബാവക്ക, ഒന്ന് ഹബീബ്, ഈ VFAയുടെ സെക്രട്ടറി ആയിട്ടുള്ള സമ്മദ്, പിന്നെ ഞാൻ യു അബ്ദുൽ കരീം, ഇതിൻ്റെ VFAയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങളൊക്കെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പുതിയ കുട്ടികൾ പുതിയ കാലത്തിൽ സ്പോർട്സ് മാനേജ്മെൻറ്റ് പോലത്തെ വിഷയം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. 2-3 തവണകളായിട്ട് പല സ്ഥലത്തും, തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ, ഈവൻ മംഗലാപുരത്തു നിന്ന് പഠിക്കുന്ന കുട്ടികളടക്കം ഞങ്ങളുടെ അടുത്ത് വന്നു. ഇന്ത്യയിലെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കൽക്കട്ടയും കേരളവുമാണ്. അപ്പോൾ കേരളത്തിൽ ചോദിച്ചാൽ അത് മലപ്പുറമാണെന്ന് പറയും. ഏതെങ്കിലും തരത്തിൽ എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങൾ, രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പോൾ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നോക്കിയപ്പോൾ ഇല്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ വല്ല പഴയകാല ലൈബ്രറി, നമ്മൾ ഫ്രൈസറായിട്ട് കപ്പും ബാക്കിയൊക്കെ നോക്കാം, അവിടെ ഇവിടെ ഇല്ല. അത്തരത്തിലൊരു രേഖ പുതുതലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തിയതാണ്. അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 42 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതിൽ 12 പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ബാക്കിയുള്ള കുറേ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. പഴയ പ്രഗത്ഭരായ കളിക്കാരാണ്. പിന്നെ അതിൽ കുറച്ച് സംഘാടകരെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VFA ഭാരവാഹികളായ യു അബ്ദുൽ കരീം, സമദ് പറച്ചിക്കോട്ടിൽ, സൂപ്പർ അഷ്റഫ്, കെ. സുരേന്ദ്രൻ, പി. ഹബീബ് റഹ്മാൻ, മാനു മമ്പാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.